ദിവ്യകാരുണ്യമായി എഴുന്നള്ളി വരുന്ന ഈ നിമിഷത്തിൽ നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ദിവ്യ കാരുണ്യമായി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് കരങ്ങളെയും ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യമേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. മഹത്വം, 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 മഹത്വം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. ദൈവകുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രമയർത്തി ഒന്ന് ചേർത്ത് പാടാം. ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. സുരഭയത്തും ചേർന്ന് പാടാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം. ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. ദൈവ കുഞ്ഞാടേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക, സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക, പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക, വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നിന്റെ കെട്ടുപോയ അനുഗ്രഹത്തിൻ്റെ വേരുകളെ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ നനവിലെ തളർപ്പിച്ച് കിളിർപ്പിക്കുന്ന ആരാധനയാണ്. നമുക്ക് പ്രത്യാശയോടെ പങ്കുചേരാം. പ്രാർത്ഥിക്കുക. പരിശുദ്ധമ്മേ, പരിശുദ്ധമ്മേ, കൃപാസനം, കൃപാസനം, പ്രസാദപര മാതാവേ, പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ ഓൺലൈൻ ശുശ്രൂഷകളിലെ പങ്കെടുത്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയുടെ ആവശ്യങ്ങള് സാധിച്ചു തരണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, മഹത്വം, മഹത്വം കർത്താവേ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ.
പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മേ, പരിശുദ്ധമ്മേ, കൃപാസനം കൃപാസനം, പ്രസാദപരമാതാവേ, പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ എല്ലാ ഓൺലൈൻ ശുശ്രൂഷകളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. 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 യേശുനാഥ, ആമേൻ. ആമേൻ. ദൈവപുത്ര, ആമേൻ. ആമേൻ. സർവശക്ത നിത്യപിതാവേ, ആമേൻ. ആമേൻ. യേശുനാഥ, ആമേൻ. ആമേൻ. ദൈവപുത്ര, ആമേൻ. ആമേൻ. സർവശക്ത നിത്യപിതാവേ, നിത്യപിതാവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക മക്കളെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ, കൃപാസനം, കൃപാസനം, പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ ശക്തി തരണമേ. കൃപാസനത്തിലെ ഓൺലൈൻ ആരാധനയിലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആമേൻ. യേശുനാഥ, ആമേൻ. ആമേൻ. ദൈവപുത്ര, ആമേൻ. ആമേൻ. സർവശക്ത നിത്യപിതാവേ, ആമേൻ. ആമേൻ. യേശുനാഥ, ആമേൻ. ആമേൻ. ദൈവപുത്ര, ആമേൻ. ആമേൻ. സർവശക്ത നിത്യപിതാവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ബേബി സണ്ണി. ഞാൻ തൃശ്ശൂർ കുറുക്കഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മോൾ ടിനിക്ക് വേണ്ടിയാണ്. അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. 8 കൊല്ലമായി. പലവിധ ഡോക്ടർമാരെ കണ്ടു. അവൾക്ക് തൈറോയ്ഡും ഉണ്ടായിരുന്നു. തൈറോയ്ഡുള്ള കാരണമാണ് ഈ കുഞ്ഞുങ്ങളുണ്ടാവാൻ വൈകുന്നതാണെന്നാണ് പറഞ്ഞത്. ഞാൻ കുറേ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ വന്ന് 2023 ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് മാതാവിനോട് നന്നായി പ്രാർത്ഥിച്ചു. ദൈവമേ, എൻ്റെ മോൾക്കൊരു കുഞ്ഞിനെ നൽകുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഞാൻ പിറ്റത്തെ 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. പിറ്റത്തെ മാസം തന്നെ എൻ്റെ മോൾ ഗർഭിണിയായാലും 5 മാസം വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 5 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾക്ക് ബ്ലഡ് കുറവാണെന്ന് പറഞ്ഞു ഡോക്ടർ. 5.6 ഉള്ളൂ ബ്ലഡിൻ്റെ കൗണ്ട്.
അപ്പോൾ ഇത് ഒന്നും ഇങ്ങനെ ഇത്രയും കുറവിലൊന്നും പറ്റില്ല പ്രസവിക്കാനൊന്നും. അത് കാരണം ഒന്നുകിൽ ബ്ലഡ് കയറ്റണം, അല്ലെങ്കിൽ നിങ്ങളൊരു ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റത്തെ മാസം തന്നെ ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. ഇഞ്ചക്ഷൻ എടുത്തു. സുഖമായി 2004 മാർച്ച് 4-ാം തീയതി എൻ്റെ മോൾക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. രണ്ടാമത് എനിക്കൊരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. ഒരു വീട് വയ്ക്കാൻ കിട്ടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2023 എനിക്കൊരു സ്ഥലം, ഒരു പ്ലെയിൻ സ്ഥലം വാങ്ങാൻ പറ്റി. അതിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു. മുഴുവൻ കാശൊന്നും എൻ്റെ അടുത്തില്ല. എന്നാലും ഞാൻ പണി തുടങ്ങുമ്പോഴൊക്കെ ഞാൻ മാതാവിനോട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് എൻ്റെ വീട് പണി പൂർത്തിയാക്കി തരണമേ മാതാവേ എന്ന്. അങ്ങനെ പകുതിയിൽ കാശില്ലാത്ത കാരണം വീട് പണി പൂർത്തിയാക്കാൻ പറ്റാതെ നിന്നു. എന്നാലും ഞാൻ മാതാവിൻ്റെ വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുപോയി എല്ലാ ദിവസവും വിശ്വാസം പ്രമാണം ചൊല്ലി വീടിന് ചുറ്റും, പണിതുകൊണ്ടിരിക്കുന്ന വീടിന് ചുറ്റും ഞാൻ പ്രാർത്ഥിച്ച് ഉപ്പ് വിതറിയിരുന്നു. പിന്നെ എൻ്റെ മോൾക്കാണെന്ന് വെച്ചാൽ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ പല പ്രോബ്ലങ്ങളും ഉണ്ടായി. ഉടമ്പടി തൈലം എന്നും എല്ലാ ദിവസവും ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും ഉടമ്പടി തൈലം ഞാൻ തേച്ചിരുന്നു. പിന്നെ 2 പ്രാവശ്യം അവൾക്ക് IOI ചെയ്തായിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷമാണ് അവൾക്കൊരു ഉണ്ണീനെ കിട്ടിയത്. പിന്നെയാണെന്ന് വെച്ചാൽ അടുത്ത ഉടമ്പടിയാണെങ്കിൽ എൻ്റെ തൊട്ട അയൽവൊക്കെ തന്നെ ഒരു ഹിന്ദു കുടുംബമുണ്ട്. അവിടെ ഒരു മോനുണ്ടായിരുന്നു. ആ മോനാണെങ്കിൽ പല ഡോക്ടർമാരെയും കാണിച്ചിട്ട് അവന് വയറുവേദന മാറണില്ല. പല ഡോക്ടർമാരെയും കാണിച്ച് വന്നാലും വയറുവേദന എടുത്തിട്ട് കരയണം. ഇവള് വന്ന് പറയും, അമ്മേ പവിക്ക് അറിയാണ് അമ്മേ വയറുവേദന എടുത്തിട്ടെന്ന്. അപ്പം ഞാൻ ഇവളോട് പറയേ, നമ്മുടെ ഉടമ്പടി തൈലം കൊണ്ടുപോയി ഒന്ന് വയറുമ്മ പുരട്ടി പ്രാർത്ഥിച്ചാലാന്ന് ഞാൻ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇവളോട് പറഞ്ഞു. അപ്പോൾ അമ്മേൻ്റെ ഉചിതം പോലെ ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഉടമ്പടി തൈലം കൊണ്ട് ആ വീട്ടിൽ പോയി ആ മോനോട് പറഞ്ഞു, മോനെ ഞാൻ നിൻ്റെ നെറ്റിയിൽ ഒരു കുരിശ് വരച്ചിട്ട് വയറുമ്മ ഒരു കുരിശ് വരയ്ക്കട്ടടാ, നിനക്ക് മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ചു. ആ വയറ് കാണിച്ചു എന്ന് വയറുമ്മ കുരിശ് വരച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, ഉടമ്പടി വിശ്വാസമാണ് പ്രാർത്ഥിച്ചിട്ട് അവനോട് പറഞ്ഞു, മോനെ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നിൻ്റെ വേദന മാറ്റി തരൂട്ട എൻ്റെ അമ്മ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് വീട്ടിൽ പോന്നു. ഒരു അരമണിക്കൂറായിട്ടില്ല, അപ്പോഴേക്കും ബേബിച്ചേ എൻ്റെ വയറുവേദന മാറി ബേബിച്ചേന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞാൽ മാത്രം മതി മോനെ, ഞാനല്ലടാ, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്ന മാറിയില്ല എന്ന് പറഞ്ഞു. പിന്നത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മരുമക്കളാണ്. മരുമക്കൾക്കാണെങ്കിൽ ഞാനെപ്പോഴും അവൾക്ക് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പോകുമ്പോഴൊക്കെ ഓരോ ഉപ്പും ഉണ്ണികൾക്ക് ഓരോ കുപ്പിയും നെയ്യും കൊണ്ടുവന്ന് കൊടുക്കും. അവർക്കാണെങ്കിൽ അവളുടെ മക്കൾക്കാണെങ്കിൽ തൂക്കമില്ലാണ്ടാണ് 2 പേരും പ്രസവിച്ചത്. അവൾക്കും ഇതേമാതിരി തന്നെ 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉണ്ണികളുണ്ടായത്. അവളുടെ കെട്ടിയവൻ ഗൾഫിലാണ്, വരും ഉണ്ടാവും 1 മാസം അല്ലെങ്കിൽ 1.5 മാസം, അപ്പോഴേക്കും അബോട്ടാവും. അങ്ങനെ പ്രാർത്ഥന തന്നെയായിരുന്നു അവൾക്കും. അപ്പം ഞാൻ ഇവിടെ ഒന്നും അറിയില്ല. എനിക്കാണെങ്കിൽ കുറേ നേരം ബസ്സിലിരിക്കാനൊന്നും പറ്റില്ല. ഇവിടെ തന്നെ ഉടമ്പടി എടുക്കാൻ 4 മണിക്കൂർ ബസ്സിൽ ഇരുന്നിട്ട് വേണം ഞാൻ വരണമെങ്കിൽ. അപ്പം ഞാൻ ഛർദിയുടെ ഗുളിയും BP-യുടെ ഗുളിയൊക്കെ കഴിച്ചിട്ടാണ് വരിക. അങ്ങനെ എനിക്ക് ഇവിടെ വന്ന് പെടാൻ വേണ്ടിയിട്ട് ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വരാൻ പറ്റുള്ളൂ. എനിക്ക് എന്തെങ്കിലും ഛർദിച്ചാണെങ്കിൽ എനിക്കാൻ തന്നെ പറ്റില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്നിപ്പോൾ ഛർദിയും ഇല്ല, ഒന്നുമില്ല. ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കി പോകുന്നുണ്ട്. പിന്നെയാണെങ്കിൽ കാരുണ്യപ്രവൃത്തിയാണ്. ഞങ്ങളുടെ തൊട്ട അയൽവക്കത്തൊരു പാവപ്പെട്ട കുടുംബമുണ്ട്. ആ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്നെക്കൊണ്ട് ആവുന്നതൊക്കെ ഞാൻ ചെയ്യും. ഞാൻ ചോദിക്കും, ഒരു മോള് വന്നാൽ പറയും, മോളെ എന്താ കൂട്ടാൻ വെച്ചേ, ചോറ് വെച്ചാന്ന് ചോദിക്കും. ചിലപ്പോൾ ഇല്ലയെന്ന് പറയും. ഞാൻ എൻ്റെ വീട്ടിലിരിക്കണത് അങ്ങനെ എടുത്ത് കൊടുക്കും, മോള് പോയി കഴിച്ചോ എന്ന് പറഞ്ഞിട്ട്. അവിടെ 2 വയ്യാത്ത, ചെടുത്തി അനിയത്തിയും വയ്യാത്തതാണ്. ഒരാങ്ങളുണ്ട്, ആളും ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ട് അതിനും വയ്യ. അപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളത് എന്തുണ്ടെങ്കിലും എടുത്ത് കൊണ്ടുപോയി കൊടുക്കും. പിന്നെയാണെന്ന് വെച്ചാൽ ബൈബിള് എല്ലാ ദിവസവും 1/2 മണിക്കൂർ വായിക്കും. പിന്നെ ഇടയ്ക്ക് നമ്മളെവിടേക്കെങ്കിലും പോയിട്ട് വന്നാൽ അപ്പം എൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ നേരം വൈകിയില്ലേ, അപ്പോൾ കുടുംബ പ്രാർത്ഥന മുടങ്ങും. ഇപ്പം അങ്ങനെയല്ല, ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബ പ്രാർത്ഥന മുടങ്ങാറേ ഇല്ല. എത്ര വൈകിയാലും കുടുംബ പ്രാർത്ഥന ഉണ്ടാവും. ഇനി ബാക്കിയുള്ള എൻ്റെ മോള് പറയും.
ഞാൻ തൃശ്ശൂർ ജൂബിലിയിൽ സ്റ്റാഫ് നഴ്സായിട്ടാണ് വർക്ക് ചെയ്യണത്. ഞാൻ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ സാധാരണ പീരീഡ്സ് ലേറ്റ് ആകുമ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് എല്ലാവരും പറഞ്ഞു. നോക്കുമ്പോൾ നെഗറ്റീവാണ്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് തൈറോയിഡ് ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത്. അതുവരെ എനിക്ക് നോർമലായിരുന്നു, എല്ലാം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, റെഗുലറൊക്കെ ആയിരുന്നു പീരീഡ്സ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ജൂബിലിയിൽ തന്നെ ഡോക്ടറെ കാണിച്ചു. ആളുടെ സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റുകളൊക്കെ പറഞ്ഞു തൈറോയിഡ് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ചേട്ടൻ്റെ കൗണ്ട് ടെസ്റ്റ് ചെയ്തു, അതിലും നോർമലാണ്. 6 മാസം വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. 6 മാസം കഴിയും, ലേറ്റ് ആവും നോക്കും, നെഗറ്റീവ്. നിരാശ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് തൃശ്ശൂരുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും മാറി മാറി കയറി ഇറങ്ങി. ആയുർവേദം കാണിച്ചു, ഹോമിയോ കാണിക്കും, ഇംഗ്ലീഷ് കാണിക്കും, ഇങ്ങനെ മാറി മാറി നടക്കലായിരുന്നു എൻ്റെ പണി. അത് കഴിഞ്ഞ് 6 വർഷമായിട്ടും കിട്ടാണ്ട് എൻ്റെ ചേച്ചിയുടെ പിള്ളേർ പറയും, എൻ്റെ മേമയ്ക്ക് മാത്രം എന്താ പിള്ളേരില്ലാത്ത, ബാക്കി എല്ലാവർക്കും പിള്ളേരുണ്ടാവുണ്ടല്ലോ എന്ന്. അപ്പോഴും ഞാൻ പറയും, ശരിയാവും മോനെ, ശരിയാവും. ഇതെന്നെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു പണി. ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞു, ഇനി ട്രീറ്റ്മെൻറ്റൊക്കെ നിർത്താം. ചോദിക്കണവരടുത്ത് പറയാം, കുഴപ്പമൊന്നുമില്ല എന്നോ ഡോക്ടർമാർ പറയണേ, ഇനി ദൈവം തരുമുണ്ടാവും എന്നുള്ളത്. അങ്ങനെ പറഞ്ഞ് അമ്മ ഇവിടെ ഉടമ്പടി എടുത്ത് പുതുക്കിയിട്ടും കിട്ടാണ്ടായപ്പോൾ വീണ്ടും നിരാശയായി. ഏറ്റവും അവസാനം ഞാൻ ARMC തൃശ്ശൂരിൽ പോയി കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒരു ലാപ്രോസ്കോപ്പി ടെസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞു, ലാപ്രോസ്കോപ്പി ഒന്നും ചെയ്താൽ ശരിയാവില്ല. അതുപോലെ തന്നെ ലാപ്രോസ്കോപ്പി ചെയ്തു, ശരിയായില്ല. വീണ്ടും അമ്മ ഉടമ്പടി എടുത്ത് പുതുക്കി. അപ്പോൾ 6 മാസം വീണ്ടും വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴും കിട്ടിയില്ല. അപ്പോഴും അമ്മയും ഞങ്ങളും കൂടി കൈവിടാണ്ട് മാതാവിൻ്റെ അടുത്ത് തന്നെ പ്രാർത്ഥന തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നൈറ്റിൽ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെ തലകറങ്ങലൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റാഫുമാർ പറഞ്ഞു, ഒന്ന് നോക്കി നോക്കൂ ചേച്ചിക്ക് ചിലപ്പോൾ ഉണ്ടെങ്കിലോ. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാ പ്രാവശ്യം ചെയ്യുമ്പോൾ നെഗറ്റീവ് അല്ലേ, ഈ പ്രാവശ്യം ഉണ്ടാവില്ല എന്ന്. അങ്ങനെ അവരുടെ ഒരു വാക്കിൻ്റെ പുറത്ത് നോക്കിയപ്പോൾ പോസിറ്റീവ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്നിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പോയി കാർഡ് ടെസ്റ്റ് കാണിച്ചു കൊടുക്കും. പോസിറ്റീവാണോ അതിനെ വെറുതെ ആശിപ്പിക്കണതാണോ ചോദിക്കും. അപ്പോൾ പറഞ്ഞു, ഇല്ല മോളെ, ഇത് പോസിറ്റീവാണ്. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം തന്നെ ആ പുലർച്ചയ്ക്ക് തന്നെ ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് പോസിറ്റീവാണ് അമ്മേ, പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇനി ജോലി നിർത്തിക്കോ, മോള് പോകണ്ട, ഇത്ര നാൾ കഴിഞ്ഞ് കിട്ടണതല്ലേ, നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടറും പറഞ്ഞു റെസ്റ്റ് എടുക്കുകയാണ് നല്ലത്, എനിക്കിത്ര 30 വയസ്സായി, ഏജ് ആയിട്ടുണ്ട്, തൈറോയിഡ് ഉണ്ട്, എനിക്ക് കിട്ടാൻ റിസ്ക് ആണെന്ന്. അപ്പോഴും അമ്മ പറഞ്ഞു, ഉടമ്പടി മാതാവിൻ്റെ തൈലം പരട്ടി പ്രാർത്ഥിച്ചിട്ട് മോള് പൊക്കോ, ഒരു കുഴപ്പമുണ്ടാവില്ല, മാതാവ് തന്നതാണെങ്കിൽ മാതാവ് എന്നെ കാത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 9 മാസം ഡ്യൂട്ടിക്ക് പോയി. ഡെലിവറിയുടെ തലേ ദിവസം അഡ്മിറ്റ് ആയിട്ടുള്ളത്. നോർമലായിരുന്നു ഡെലിവറി. ഒരു ഉണ്ണീനെ തന്നു. ഞങ്ങൾ ഉണ്ടായൊരു 3-4 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഉടമ്പടി ഇവിടെ സാക്ഷ്യം വന്ന് പറയണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇവൻ്റെ ഒരു ഉറക്കമില്ലായ്മയും വാശിയും കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ പറ്റാതിരുന്നത്. ഇപ്പോൾ 1 വയസ്സായി ഉണ്ണിക്ക്, കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല മകനായി, മാതാവിൻ്റെ മകനായി അവൻ വളർന്നു വരുന്നു. ദൈവത്തിന് 1000 നന്ദി, സ്തുതി. അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ഉയർത്തേന് എൻ്റെ അമ്മയ്ക്കും പരിശുദ്ധ തിരുകുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. എൻ്റെ പേര് അശ്വതി ബിബിൻ. ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിൽ വണ്ണപ്പുറം എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ ആദ്യമായി പറഞ്ഞുകൊള്ളട്ടെ, ഞാനൊരു ഹിന്ദുവാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ടുള്ള കാരണം, ഞാൻ DPharm ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. 2019 ഞാൻ DPharmന് അഡ്മിഷൻ എടുത്തത്. 2019 DPharmന് അഡ്മിഷൻ എടുത്ത സമയം എല്ലാവർക്കും അറിയാമല്ലോ, അത് കൊറോണ ടൈമായിരുന്നു. ആ ടൈമിൽ കോഴ്സിന് അഡ്മിഷൻ എടുത്തതിന് ശേഷം 2021 എക്സാം വന്നു. എക്സാം വന്ന ടൈമിൽ ഞാൻ 11 സബ്ജക്റ്റിൽ ഒരെണ്ണം മാത്രമേ പാസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം സെക്കൻഡ് ഇയർ എക്സാമും വന്നു. അതിലും ഞാൻ എല്ലാ സബ്ജക്റ്റും തന്നെ ഫെയിലായിട്ടുണ്ടായിരുന്നു. ഞാൻ മാതാവിനെ പറ്റി എനിക്ക് ആ ടൈമിലൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയാണ് പറഞ്ഞത്, ഇങ്ങനെ കൃപാസനം എന്നൊരു പള്ളിയുണ്ട്, നീ ആ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം, നീ എന്താണെങ്കിലും പാസ്സാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചേച്ചി പറഞ്ഞത് പ്രകാരം ഞാൻ ആദ്യം വന്ന ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ ആക്ച്വലി ദുബായിലാണ് ഉള്ളത്. അതുകൊണ്ട് ചേച്ചി പറഞ്ഞത് പ്രകാരം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എന്നെ നീ പാസ്സാക്കണമേ, നീ എന്നെ നാണം കെടുത്തരുതേ മാതാവേ,
എനിക്ക് പാസ്സായേ സാധിക്കാവുള്ളൂ മാതാവേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ ചേച്ചി എനിക്ക് പ്രാർത്ഥനയും പറഞ്ഞു തന്നു. അങ്ങനെ പ്രാർത്ഥന ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയും നല്ലപോലെ വിശ്വസിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. ആ എക്സാം ഞാൻ ഫസ്റ്റ് ഇയറിൽ എല്ലാ സബ്ജക്റ്റും ക്ലിയറായി. അങ്ങനെ സെക്കൻഡ് ഇയറിലെ എക്സാം വന്ന ടൈമിൽ അതിലും ഞാൻ എല്ലാം പാസ്സാവാൻ എൻ്റെ മാതാവും തിരുകുമാരനും അനുഗ്രഹിച്ചു. മാതാവിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ ഞാൻ എക്സാമിന് പോയ ടൈമിൽ കാശുരൂപം കൊണ്ടുപോകുമായിരുന്നു, ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, എല്ലാം തന്നെ ചെയ്യുമായിരുന്നു. അതിനുശേഷം എൻ്റെ ബർത്ത്ഡേ വന്ന ടൈമിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും ഒന്ന് നൽകണം മാതാവേ, നീ എന്നെ ഫെയിലാക്കരുത്. എൻ്റെ രജിസ്ട്രേഷൻ്റെ ടൈമിൽ നീ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണമേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ രജിസ്ട്രേഷൻ നമ്പറിൻ്റെ അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 20th വരുന്നത്. എൻ്റെ രജിസ്ട്രേഷൻ നമ്പറിൻ്റെ ലാസ്റ്റും 20th തന്നെയാണ്. അങ്ങനെ ഞാൻ മാതാവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എന്ന് അതെനിക്ക് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. മാതാവിനും തിരുകുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ DHA എക്സാം ആയിരുന്നു ഈ മാർച്ച് 18th. ആ ടൈമിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എക്സാം ക്ലിയർ ആക്കാൻ സാധിക്കണമേ. എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് എന്താണേലും പാസ്സാവാൻ സാധിക്കില്ല. മാതാവിൻ്റെ കൃപയാൽ മാത്രമേ എനിക്ക് പാസ്സാവാൻ സാധിക്കാവുള്ളൂ മാതാവേ. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് മാർച്ച് 17 ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. മാർച്ച് 8 ആയിരുന്നു ഞാനിവിടെ വന്നത്. ആ ടൈമിൽ എനിക്ക് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നു. അങ്ങനെ അച്ഛൻ എനിക്കൊരു കാശുരൂപം തന്നിരുന്നു. ഞാനതിവിടെ പറയാനായിട്ട് വിട്ടുപോയി. കാശുരൂപം തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ കാശുരൂപമായിട്ടാണ് DHA എക്സാമിന് പോയത്. DHA എക്സാം മാതാവിൻ്റെ കൃപയാൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 61% മാർക്ക്. എല്ലാവർക്കും അറിയാം 60% DHA എക്സാമിന് വേണ്ടത്. കൃത്യം 61% മാർക്കിലാണ് ഞാൻ പാസ്സായത്. മാതാവിനും എൻ്റെ തിരുകുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ കഴിവിൽ എന്താണെങ്കിലും ഞാൻ പാസ്സാവില്ല എന്ന് എനിക്കറിയാം. എൻ്റെ മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും അനുഗ്രഹത്താൽ മാത്രമാണ് ഞാൻ പാസ്സായതെന്ന് ഈ വേദിയിൽ നിന്ന് ഞാൻ എല്ലാവരോടും പറയുന്നു. എനിക്കിതിന് അവസരം ഒരുക്കി തന്ന എൻ്റെ മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അമ്മ മാതാവിന് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. DHA എക്സാമിന് പോയപ്പോൾ ഞാൻ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഞാൻ കുടിക്കുന്ന വെള്ളത്തിലിട്ട് ഉപ്പിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഉപ്പ് കുറച്ച് എടുത്തിട്ട് ഞാൻ ഇരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് നിരത്തിയിട്ടിട്ട് അങ്ങനെയായിരുന്നു ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് പുറം വേദന ഉണ്ടായിരുന്നു. ഒരു 6 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലാപ്ടോപ്പ് അധികമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിന് മരുന്നൊന്നും ഉപയോഗിച്ചില്ല. ഇവിടുത്തെ വിശുദ്ധ തൈലം മാത്രം ഉപയോഗിച്ച് ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതും എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയിരിക്കുന്നു എന്ന് ഞാൻ മാതാവിനോട് പറയുന്നു. മാതാവിനും തിരുകുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇവിടെ നിന്ന് പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ദുബായിൽ കൊണ്ടുപോവുകയും അവിടെ മാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ എല്ലാവർക്കും പത്രങ്ങൾ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ സ്റ്റാറ്റസ് ഇടാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട് ഫേസ്ബുക്കിൽ. എല്ലാം തന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളും എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അരമണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട് മിക്ക ദിവസങ്ങളിൽ തന്നെയും ഞങ്ങളിവിടെ അനാഥാലയത്തിൽ പോവാറുണ്ട്. അമ്മമാരെ കുളിപ്പിക്കുകയും എല്ലാം ചെയ്യാൻ കൂടുവാറുണ്ട്. അതുപോലെ തന്നെ ദുബായിലാകുമ്പോഴും എല്ലാ മാസവും തന്നെ ഡ്രസ്സുകൾ കൊണ്ട് ഇടാറുണ്ട്. അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട്. ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ചെയ്യുവാൻ കഴിയുന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നേരത്തെയൊക്കെ എനിക്ക് കുറച്ചധികം ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും അല്ല. എനിക്ക് എല്ലാവരോടും നല്ലപോലെ പെരുമാറാനും എല്ലാവരോടും പറ്റുന്നവരോടൊക്കെ കൃപാസനത്തിൽ വരുവാനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് ഞാൻ പറയാറുമുണ്ട്. ഇപ്പോൾ എൻ്റെ കുടുംബവും ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും മാതാവിൽ ഉറച്ച് വിശ്വസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, അപേക്ഷിച്ചാൽ എന്താണെങ്കിലും ഈ ഇരിക്കുന്ന മാതാവ് ഉപേക്ഷിക്കില്ല എന്ന് മാത്രമാണ്.
അതുകൊണ്ട് എല്ലാവരും ഉറച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കഴിവിലല്ല, ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് എന്താണെങ്കിലും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവിടെ സാധിക്കുമെന്ന് എനിക്ക് ഈ വേദിയിൽ നിന്ന് പറയാൻ, എല്ലാവരോടും വിളിച്ച് പറയാനുള്ള ഒരു ധൈര്യവും പറയാനുള്ള പേടി ഉണ്ടായിരുന്നു. എങ്കിൽ പോലും പറയുവാനും സാധിച്ചതിൽ ഞാൻ എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. രാവിലത്തെ അനുഗ്രഹ പ്രാർത്ഥനകൾ എല്ലാ ദിവസവും ഞാൻ 5:30 തന്നെ കൂടാറുണ്ട്. അതെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ബൈബിൾ അരമണിക്കൂർ വായിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫേസ്ബുക്കിലും എല്ലാം നമ്മുടെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളും എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഒരു 12 പേരടങ്ങുന്ന ഒരു കൃപാസനത്തിൻ്റെ ചെറിയൊരു ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു 10 ദിവസം ആയേ ഉള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ അത്രയും ആൾക്കാരൊക്കെ ഉള്ളൂ. ഇനിയും അതിലൊക്കെ ആൾക്കാരെ കൂടുതൽ അംഗങ്ങൾ ഉണ്ടാക്കണമെന്നും അവർക്കെല്ലാവരെയും മാതാവിനെ പറ്റിയും നമ്മുടെ ഈ കൃപാസനത്തെ പറ്റിയും കൂടുതൽ പറയണമെന്നും സ്റ്റാറ്റസൊക്കെ ഷെയർ ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു.